السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا മുഹമ്മദ്. ഏറ്റവും പവിത്രമായ ഒരു ഇബാദത്താണ് ബലിപെരുന്നാൾ ദിവസം. മുസ്ലിമീങ്ങളാകുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ബലികർമ്മം അഥവാ ഉളുഹിയ്യത്ത്. ആ ഉളുഹിയ്യത്തിൻ്റെ മാംസം അതൊരു ഇബാദത്തിൻ്റെ മാംസമാണ്, ഒരു ആരാധനയുടെ ഭാഗമായിട്ടുള്ള മാംസമാണ്. അതുകൊണ്ട് തന്നെ അതിന് ധാരാളം നിബന്ധനകൾ വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വച്ചിട്ടുണ്ട്. അവകളെല്ലാം കൃത്യമായി പാലിച്ച് നിർവഹിക്കപ്പെടുമ്പോഴാണ് അത് അള്ളാഹുവിങ്കിൽ പൂർണ്ണമായും സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്നുള്ള കാര്യം നാം ഓർക്കണം. നമുക്കറിയാം, ഒരിക്കലും ഉളുഹിയ്യത്തിൻ്റെ മാംസമോ അതല്ലെങ്കിൽ അതിൻ്റെ തൊലിയോ മറ്റേത് വസ്തുവാണെങ്കിലും കൂലിയായിട്ട് ഒരാൾക്കും നൽകപ്പെടാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. കൂലി അത് മറ്റു രൂപത്തിൽ തന്നെ നൽകണം. ഒരിക്കലും ഉളുഹിയ്യത്തുമായി ബന്ധപ്പെട്ട മാംസത്തിൻ്റെ മൃഗത്തിൻ്റെ മാംസമോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അതിന് തൊലിയോ മറ്റൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് വ്യക്തമായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഉളുഹിയ്യത്തിൻ്റെ മാംസം അതൊരിക്കലും അതിൻ്റെ അർഹരല്ലാത്ത ആളുകളിലേക്ക് നൽകപ്പെടാൻ പാടില്ല, അവർ ഭക്ഷിക്കപ്പെടാൻ പാടില്ല എന്നൊക്കെ ഇസ്ലാം നമ്മോട് കർശനമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ ഉളുഹിയ്യത്തിൻ്റെ മാംസം അത് നമുക്ക് എത്ര ദിവസം വരെ സംഭരിച്ചു വെക്കാം? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിനൊക്കെ കൃത്യമായ മാർഗ്ഗനിർദ്ദേശം നമുക്ക് നൽകിയിട്ടുണ്ട്. മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹാനോട് പറഞ്ഞതായി കാണാം. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നക്കിൽ ലുഹൂമുൽ ബഅദ സലാസിൻ. 3 ദിവസത്തിന് ശേഷം ഉളുഹിയ്യത്തിൻ്റെ മാംസം ഭക്ഷിക്കലിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചിട്ടുണ്ടായിരുന്നു. സുമ്മ ഖാല ബഅദു, പിന്നീട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുലൂ വതസവ്വദു വദ്ദഖിറു, നിങ്ങൾ ഭക്ഷിച്ചോളൂ, ദാനധർമ്മങ്ങൾ ചെയ്തോളൂ, സംഭരിച്ചു വെച്ചോളൂ എന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അഥവാ ഇത് ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ വളരെയധികം ദാരിദ്ര്യം പിടിച്ച സമയം, വലിയ പ്രയാസങ്ങൾ നേരിടുന്ന സമയം, ഉളുഹിയ്യത്തിൻ്റെ മാംസം പോലുള്ള മാംസമല്ലാതെ ഭക്ഷിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ മുത്തനബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഉളുഹിയ്യത്തായി കിട്ടിയ മാംസം ഏറി വന്നാൽ 3 ദിവസം വരെയുള്ള മാംസം നിങ്ങൾക്ക് സംഭരിച്ചു വെക്കാം. അതിൽ കൂടുതലുള്ളത് പാവപ്പെട്ട സാധുക്കളായ മിസ്കീന്മാരായ ദരിദ്രന്മാരായ ആളുകളിലേക്ക് നിങ്ങൾ സദഖ ചെയ്യണം, അതവർക്ക് നൽകണം. അത് 3 ദിവസത്തേക്കാൾ കൂടുതൽ നിങ്ങൾ സംഭരിച്ചു വെച്ചിട്ട് അത് പാവങ്ങളിലേക്ക് എല്ലാവർക്കും കിട്ടാത്തൊരവസ്ഥ വന്നു പോകാൻ പാടില്ല എന്ന നിലക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകാരം അവരോട് നിർദ്ദേശിച്ചത്. എന്നാൽ പിന്നീട് എല്ലാവർക്കും ഉളുഹിയ്യത്തിൻ്റെ മാംസമൊക്കെ കിട്ടി വലിയ സന്തോഷമായ റാഹത്തുൽ സമയമായി കഴിഞ്ഞപ്പോൾ മുത്തനബി തങ്ങൾ പറഞ്ഞു, കുലു, നിങ്ങൾ ഭക്ഷിച്ചോളൂ, വതസവ്വദു, നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്തോളൂ, വദ്ദഖിറു, നിങ്ങൾ സംഭരിച്ചു വെച്ചോളൂ, അതിന് വിരോധമില്ല. ഇന്നത്തെ കാലത്തും എത്ര ദിവസമാണെങ്കിൽ നമുക്ക് അത് സംഭരിച്ചു വെക്കാം, അത് സൂക്ഷിച്ചു വെക്കാം, നമുക്കത് പിന്നീട് ഭക്ഷിക്കാം, അതിന് വിരോധമൊന്നുമില്ല. എന്നാൽ നമ്മളും ശ്രദ്ധിക്കണം, പല നാടുകളിലും ഇപ്പോഴും ഉളുഹിയ്യത്തിൻ്റെ മാംസം പോലുള്ള മാംസങ്ങൾ അത് എല്ലാ പാവപ്പെട്ട ആളുകളിലേക്കും ലഭിക്കപ്പെടാതെ പോകുന്നൊരവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പം അത്തരം സാഹചര്യങ്ങളിൽ ഇത്തരം പാവങ്ങളെ കണ്ടെത്തിയിട്ട് അവരിലേക്ക് നമുക്ക് ലഭിച്ച ഉളുഹിയ്യത്തിൻ്റെ മാംസം അതല്ലെങ്കിൽ നാം അറുക്കുന്ന ഉളുഹിയ്യത്തിൻ്റെ മാംസം അവർക്കും കൂടെ സുഭിക്ഷമായ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നാം അത് അവരിലേക്ക് നൽകുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ളത്, ഏറ്റവും ഹൈറായിട്ടുള്ളത് എന്ന് നാം ഓർക്കണം. കാരുണ്യവാനായ റബ്ബ് മഹത്തായ ദിവസങ്ങളിൽ നാം നൽകപ്പെടുന്ന ഉളുഹിയ്യത്തടക്കമുള്ള എല്ലാ സൽപ്രവർത്തനങ്ങളും കുറ്റമറ്റ രീതിയിൽ നിർവഹിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. ഇരുലോക വിജയികൾ അല്ലാഹു തആല നമ്മളെ ചേർത്ത് തരുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.